Hello. Hi, Hi, ma'am. ma'am. Hello, ma'am. Hi, ma'am. Hi, ma'am. Hi. Hi, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. സുഖം. Good afternoon, ma'am. എങ്ങനെയുണ്ട് നമ്മുടെ ക്ലാസ്? ബോറിംഗ് ആണോ? ഇല്ല ഇല്ല. നല്ലതാണ്. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. 2 ദിവസമായില്ലേ നമ്മൾ ക്ലാസ് നോക്കിയിട്ട്? അതെ. വായിക്കുന്നുണ്ടോ? എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കുന്നുണ്ടോ? ഇൻട്രസ്റ്റിംഗ് ആണ്. ടെക്സ്റ്റ് ബുക്ക് ബുക്സ് കിട്ടിയോ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക്? ഇല്ല. ഓർഡർ കൊടുത്തിട്ടുണ്ട്. കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ലല്ലേ? ആർക്കും കിട്ടിയിട്ടില്ല? ഇല്ല. ഇല്ല. അപ്പൊ മിസ്സുമാര് പറയുന്ന ഭാഗങ്ങള് എന്ത് ചെയ്യണം? ക്ലാസ് എടുക്കുമ്പോ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്യാ. വെരി ഗുഡ്. റിപ്പോർട്ടായിട്ട് എഴുതിയിട്ട് നിങ്ങളുടെ ഭാഷയ്ക്ക് എഴുതിയെടുക്കാം. ഓക്കെ. ഞാനൊന്ന് ഇൻപുട്ട് ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ മനസ്സിലാവില്ല ഞാൻ പറയുന്ന കാര്യങ്ങള്. പറയുന്നത് കേട്ടോ നിങ്ങള്? ആർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മിസ്സുമാര് പറയുമ്പോ ക്ലാസ് എടുക്കുമ്പോ നിങ്ങളുടെ രീതിയില്, നിങ്ങളുടെ ഭാഷയില് ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ലെക്ചർ നോട്ടായിട്ട് എഴുതി വെക്കാം. ഓക്കെ. സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ. എടുത്താലും മതി. എടുത്തിട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിലോട്ട് ഇട്ട് തന്നിട്ടുണ്ടാവും ടെക്സ്റ്റ് ബുക്ക്. തന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോ ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുത്താൽ മതി കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മിസ്സുമാര് പറയും, അപ്പൊ എഴുതിയെടുത്താൽ മതി. കുഴപ്പമില്ലല്ലോ? ഓക്കെ. അപ്പൊ എന്റെ പേര് പറയാം. അപ്പോ എന്റെ പേര് മിൽബ്രോസ്. പേര് പറയുമ്പോ എല്ലാരും ചിലപ്പോ ഞെട്ടും. പേരും എന്താ പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. നിലു മിസ് എന്ന് വിളിച്ചാലും മതി കേട്ടോ. നിലു, MILU. ഓക്കെ. വീട് ഇവിടെ ഓഫീസിന്റെ അടുത്ത് തന്നെയാണ്. മുത്തൂന്നാണ് വീട്. എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ്. മിൽബ്രോസ്. റോസ് മിസ് എന്ന് വിളിച്ചാലും മതി. ഓക്കെ. ഞാൻ കമന്റ് എടുത്തോ എന്റെ പേര് കമന്റ് ചെയ്യുമ്പോ. ഓക്കെ. അപ്പോ നമ്മൾ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്, ഇൻട്രൊഡക്ഷൻ. ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. മിസ്സുമാര് എന്താ അവർക്ക് ഡിവൈഡ് ചെയ്ത് പല പല ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോ പല രീതിയിലായിരിക്കും എടുക്കുന്നത് കേട്ടോ. ചിലപ്പോ ചില മിസ് ഇപ്പൊ 12 മിസ് വന്നിട്ട് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാം ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ എനിക്ക് തന്നിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. കുഴപ്പമില്ലല്ലോ? അപ്പൊ ഓരോ മിസ്സുമാരുടെ പേര് എഴുതിയിട്ട് ഇങ്ങനെ ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുത്താൽ മതി. ഓക്കെ. എല്ലാരും ഇവിടെ ഉള്ളത് തന്നെയാണോ? അടുത്താണോ വീടൊക്കെ? ഓഫീസിന്റെ അടുത്താണോ? ഓഫീസ് ഉള്ളത് എവിടെയാണെന്നറിയോ? പറവൂര്, എറണാകുളം. അല്ല. എവിടേക്കാ വീട്? കൊല്ലം, കണ്ണൂര്, തൃശ്ശൂര്, കാലിക്കറ്റ്. ഓക്കെ. ട്രിവാൻഡ്രം, പട്ടാമ്പി, വയനാട്, പാലക്കാടോ? ഓക്കെ. ആലപ്പുഴ. എല്ലായിടത്തും ഉണ്ടല്ലേ ആളുകള്? ഓക്കെ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയോ നിങ്ങള്? കാസർഗോഡ്, ആലുവ തുടങ്ങി. ഓക്കെ. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. നോട്ട്സിന്റെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അല്ലെ? അപ്പൊ അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാല് ഒരു ഉപകാരമാണല്ലോ മറ്റുള്ളവർക്ക്. അല്ലാണ്ട് HA-ക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ കോൺവെക്കേഷന് വരുമ്പോ കാണാൻ പറ്റും. അവരെ പരസ്പരം മിണ്ടൊന്നുമില്ല. കാരണം ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും മിണ്ടാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ എന്താ ആരെയും കാണുന്നില്ലല്ലോ നമ്മൾ പരസ്പരം. ടീച്ചേഴ്സിനെ പോലും അല്ലെ, ടീച്ചർമാർക്ക് പോലും അത് വളരെ ബുദ്ധിമുട്ടാണ് കാണാത്തതൊക്കെ.
അപ്പോ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാം, അതിനകത്ത് കാര്യങ്ങൾ സംസാരിക്കാം, നല്ല രീതിയിൽ ഫ്രണ്ട്സ് ആവാം അല്ലെ. പിന്നെ ഒരു കാര്യം നമ്മൾ എന്താ നിങ്ങളിപ്പോ ക്ലാസ് എടുക്കുമ്പോൾ നമ്മള് ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോ തന്നെ ചോദിക്കാം. അപ്പൊ തന്നെ ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ മിസ് എന്ത് വിചാരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഇപ്പോ വേറെ സ്റ്റുഡൻസ് എന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ക്ലാസ് കഴിയുമ്പോൾ ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് തരും. അപ്പൊ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ചോദിച്ചാലും മതി. പിന്നെ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റിന്റെ കാര്യം അറിയാലോ. മോക്ക് ടെസ്റ്റില് നമ്മളിപ്പോ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ എടുക്കും. ആ ചാപ്റ്ററിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് തരും. നാളെ ആയിരിക്കും കിട്ടുന്നത്. റെക്കോർഡിംഗ് ക്ലാസ് ആയാലും നിങ്ങൾക്ക് അറിയാലോ, ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുള്ള കാരണം നിഷമിസോ അല്ലെങ്കിൽ സാറ് വന്നിട്ടില്ല, സാറ് ക്ലാസ്സിൽ തരുന്നുണ്ട് നിങ്ങൾക്ക്. നിഷമിസ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേൾക്കാത്തവരുണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ടും കേൾക്കാട്ടോ. അപ്പൊ കുറെ കൂടി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, ഇല്ല അപ്പൊ മോക്ക് ടെസ്റ്റ് അറിയാലോ, 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് കൃത്യമായിട്ട് ഓരോ ദിവസവും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇപ്പോ ഇന്ന് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല, നാളെ ക്ലാസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്താ മിസ് പറയുന്നത്, അതിനൊരു കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടില്ലല്ലേ. അപ്പൊ നിർബന്ധമായിട്ടും റെക്കോർഡിംഗ് ക്ലാസ്സും കൂടി കാണാനായിട്ട് ശ്രദ്ധിക്കും. എന്തെങ്കിലും കാരണത്താലെ ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം, ക്ലാസ്സിൽ കയറാൻ പറ്റായികയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പൊ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റെക്കോർഡിംഗ് ക്ലാസ് കാണാം, നല്ല രീതിയിൽ ലെക്ചർ നോട്ട് എഴുതിയെടുക്കാം, പിന്നെ അടുത്ത ക്ലാസ്സിൽ കയറാം. അപ്പൊ ഒരു കണ്ടിന്യൂഷൻ കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ കയറാനായിട്ട് പറയുന്നത്. പിന്നെ മോക്ക് ടെസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, മോക്ക് ടെസ്റ്റിൽ ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ മോക്ക് ടെസ്റ്റ് ഇടുന്ന മിസ്സുമാരോട് ചോദിക്കാം. എന്താണ് മിസ്, ഇതിന്റെ ആൻസർ എന്താണ്, എനിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആ മിസ്സുമാരോട് എടുക്കുന്ന ചാപ്റ്ററിൽ നിന്ന് ഏത് മിസ്സാണോ ആ ചാപ്റ്റർ എടുക്കുന്നത് ആ മിസ്സിനോട് ചോദിക്കാം. ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ദിവസവും എടുക്കുന്ന ഭാഗങ്ങൾ അന്നന്ന് തന്നെ വായിച്ചു പോകാം. ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂള് എളുപ്പമാണ് പഠിക്കാനായിട്ട്. ചാപ്റ്റേഴ്സ് ഒക്കെ ഒരു 5-6 പേജ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണല്ലോ, ഒരു പേജേ ഉള്ളൂ. അടുത്ത ചാപ്റ്റർ തുടങ്ങും, സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങും. അപ്പൊ ഒരു പേജൊക്കെ ഉള്ളൂ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് എന്താണ് പിന്നത്തേക്ക് വെക്കാതെ അന്നന്ന് തന്നെ വായിച്ചു നോക്കി അത് മനസ്സിലാക്കാൻ, അതിന്റെ കൺസെപ്റ്റ് എന്താണ്, അതിൽ പറഞ്ഞിരിക്കുന്ന ഉള്ളടക്കം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, ഒരു ടീച്ചറായിട്ട് കാണണ്ട, ഒരു ഫ്രണ്ട്സ് ആയിട്ട് കണ്ടാൽ മതി അല്ലെ. നമുക്ക് ഫ്രണ്ട്സ് എന്ന രീതിയിൽ നമുക്ക് പോവാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, മൊഡ്യൂൾ 1 ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. ദ ഇംഗ്ലീഷ് വേർഡ്, നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ലെക്ചർ നോട്ട് എഴുതിയെടുക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്ക്രീൻ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ. ദ ഇംഗ്ലീഷ് വേർഡ് hospitals, hostels, hotels, and hospice are all, according to etymology, related to the Latin noun hospes, a word having opposite meaning in guest or visitor, and one who provides lodging and entertainment for a guest or visitor, a place where guests are received. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്പസ് അണ്ടർലൈൻ ചെയ്യാട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഇല്ല അല്ലെ, എഴുതിയെടുക്കാട്ടോ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ അണ്ടർലൈൻ ചെയ്യാന്ന് പറഞ്ഞപ്പോ അങ്ങനെ ആ രീതിയിലോട്ടായി മാറി. അതുകൊണ്ടാണ് ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്പസിന്റെ, ആ ഹോസ്പസിൽ നിന്നാണ് ഇംഗ്ലീഷ് വേർഡുകളായിട്ടുള്ള 4 വേർഡ്സിന്റെ കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ്, ഹോട്ടൽസ് ആൻഡ് ഹോസ്പൈസ് വന്നിരിക്കുന്നത്. ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്പസിൽ നിന്നാണ് ഏതൊക്കെ വേർഡുകൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, ഹോസ്റ്റൽസ്, ഹോസ്പൈസ്. ഹോസ്പൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ് വരുന്നത്? അഭയ കേന്ദ്രം.
അഭയ കേന്ദ്രം. എക്സാമ്പിൾ നമുക്ക് പറയാം, ഈ പാലിയേറ്റീവ് കെയർ ഒക്കെ ഇല്ലേ, അതൊക്കെ ഒരു ഹോസ്പൈസ് ആണെന്ന് പറയാൻ പറ്റും കേട്ടോ. കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന അഭയ കേന്ദ്രം എന്ന് പറയാം. ഓക്കെ, ഹോസ്പൈസ്. ഹോസ്പൈസ് എന്നാല് കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന അഭയ കേന്ദ്രം എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. എക്സാമ്പിള് പാലിയേറ്റീവ് കെയർ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്പിസിൽ നിന്നാണ് ഏതൊക്കെ വേർഡുകള്, ഇംഗ്ലീഷ് വേർഡുകളായ 4 വേർഡ്സിന്റെ കാര്യം പറഞ്ഞല്ലേ, ഹോസ്റ്റൽസ്, ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, ഹോസ്പൈസ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇത്രയും മനസ്സിലായില്ലേ? ഇനി നോക്കിയേ, അതിനകത്ത് ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്, ഇറ്റിമോളജി. ഇറ്റിമോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റിമോളജി എന്ന് പറഞ്ഞാല് the study of origin of words and their meanings. ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോ കേട്ടോ. ഇറ്റിമോളജി. ഇറ്റിമോളജി എന്ന് പറഞ്ഞാല് ഒരു ഹൈഫൺ ഇടാം. ഇറ്റിമോളജി എന്ന് എഴുതാം, ഒരു ഹൈഫൺ ഇട്ട് കൊടുത്താൽ മതി. ഹൈഫൺ ഞാൻ പറയുന്നത് എഴുതിയെടുക്കാം കേട്ടോ. The study of origin, study of origin of words, of birds and their meanings. The study of origin of words and their meanings. എന്താണ് ഇറ്റിമോളജി എന്ന് പറഞ്ഞാല്? വാക്കുകളുടെ വിഭവവും അവയുടെ അർത്ഥങ്ങളെയും കുറിച്ചുള്ള പഠനം. അതിനെയാണ് നമ്മൾ ഇറ്റിമോളജി എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇറ്റിമോളജി പ്രകാരം. ഓക്കെ, ക്ലിയർ ആയോ? ഇറ്റിമോളജി എഴുതിയെടുത്തോ എന്താണെന്ന്? ഓക്കെ, അപ്പോ അതിന്റെ മീനിങ് ഒന്നുകൂടി പറയാം. വാക്കുകളുടെ വിഭവവും അവയുടെ അർത്ഥങ്ങളെയും കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ഇറ്റിമോളജി എന്ന് പറയുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു ഇറ്റിമോളജി, ഇറ്റിമോളജി പ്രകാരം ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്പിസിൽ നിന്നാണ് ഇംഗ്ലീഷ് വേർഡുകളായ 4 ഇംഗ്ലീഷ് വേർഡുകളുണ്ട്. ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ്, ഹോട്ടൽസ് ആൻഡ് ഹോസ്പൈസ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ മീനിങ്, ലാറ്റിൻ നൗൺ ആയ ഹോസ്പിസിന്റെ മീനിങ് ആണ് 3 കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഈ ഫസ്റ്റ് മീനിങ് ആണ് എന്ത്? എ ഗസ്റ്റ് ഓർ വിസിറ്റർ. ഓക്കെ, ഹോസ്പിസിന്റെ മീനിങ് ആണ് ഫസ്റ്റ് 3 കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് മീനിങ് ആണ് ഗസ്റ്റ് ഓർ വിസിറ്റർ. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? അതിഥി അല്ലെ, അതിഥി. ഇനി വിസിറ്റർ എന്ന് പറഞ്ഞാല് സന്ദർശകൻ. അപ്പൊ ഫസ്റ്റ് മീനിങ് ആണ് പറഞ്ഞത് നമ്മള്. ഹോസ്പിസിന്റെ ഫസ്റ്റ് മീനിങ് ആണ് അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ എന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ്? ആൻഡ് വൺ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ എ ഗസ്റ്റ് ഓർ വിസിറ്റർ. എന്താണ്? അതിഥിക്കോ അല്ലെങ്കിൽ സന്ദർശകനോ അല്ലെ, അതിഥി അല്ലെങ്കിൽ സന്ദർശകന് വിനോദമോ, എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിനോദമോ താമസമോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാള്, അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഹോസ്പിസ് എന്ന് പറയാം. അതിഥിക്കോ വിസിറ്റർക്കോ വിനോദമോ താമസമോ നൽകുന്ന ഒരാളെന്ന് ഹോസ്പിസിനെ പറയാം. ഇനി എന്താണ് മൂന്നാമത്തെ മീനിങ്? എന്താ? എ പ്ലേസ് വേർ ഗസ്റ്റ് ആർ റിസീവ്ഡ്. എന്താ പറയുന്നത്? അതിഥിയെ സ്വീകരിക്കുന്ന സ്ഥലം എന്നും ഹോസ്പിസിനെ പറയുന്നുണ്ട്. അതിഥിയെ സ്വീകരിക്കുന്ന സ്ഥലം. 3 വേർഡുകൾ കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി പറയട്ടെ മിസ്. ഓക്കെ, ലാറ്റിൻ നൗണായ ഹോസ്പിസിൽ നിന്ന് വന്നിരിക്കുന്ന വേർഡുകളാണ് ഹോസ്പിറ്റൽ, ഹോസ്റ്റൽ, ഹോട്ടൽ ആൻഡ് ഹോസ്പൈസ്. ഓക്കെ, ഇനി ഹോസ്പിസ്, ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്പിസിന്റെ മീനിങ്ങുകൾ 3 രീതിയിൽ പറയുന്നുണ്ട്. ഗസ്റ്റ് ഓർ വിസിറ്റർ എന്നാണ്, അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ. ഇനി എന്താ പറയുന്നുണ്ട്? വൺ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ എ ഗസ്റ്റ് ഓർ വിസിറ്റർ. എന്താണ്? അതിഥി അല്ലെങ്കിൽ സന്ദർശകന് വിനോദമോ താമസമോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാൾ. ഇനി എന്താണ്? എ
place where guests are received. എന്താണ് അതിഥിയെ സ്വീകരിക്കുന്ന സ്ഥലം എന്നും കൂടി ആരെ പറയുന്നുണ്ട്? ഹോസ്പിസിനെ പറയുന്നുണ്ട്. ഓക്കെ ആണോ? 3 കാര്യങ്ങൾ ഓക്കെ ആണോ? ക്ലിയർ ആയോ പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാട്ടോ. നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. For its gradual evolution through the 18th and 19th century, the hospitals in Eastern and Western world has come for age only newly during the past 50 years or so. The concept of today's hospital constructing basically from the old idea of hospital as no more than a place for the treatment of basic. എന്താ പറയുന്നത്? ഗ്രാജുവൽ ഇവല്യൂഷൻ. എന്താണ് ഗ്രാജുവൽ ഇവല്യൂഷൻ എന്ന് പറഞ്ഞാല്? ക്രമാനുഗതമായിട്ടുള്ള പരിണാമം. ക്രമാനുഗതമായിട്ടുള്ള ഒരു പരിണാമം ഇവിടെ പറയുന്നത് 18th and 19th സെഞ്ചുറീസില് ഹോസ്പിറ്റലുകളില് ഒരു ഗ്രാജുവൽ ഇവല്യൂഷൻ പരിണാമം സംഭവിച്ച് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ വേൾഡിലെ ഹോസ്പിറ്റലുകളിൽ 50 വർഷങ്ങളായിട്ട് തുടർന്നു പോകുന്ന രീതികള്, അതുപോലെ തന്നെ കൺസെപ്റ്റുകൾ, ഐഡിയാസുകൾ അല്ലെ. പഴയകാല ഹോസ്പിറ്റലുകളിൽ എന്താണ്? ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഒരു പണ്ടത്തെ ഐഡിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹോസ്പിറ്റലുകള് വെറും ഒരു ചികിത്സാ കേന്ദ്രമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു പുരാതന രീതികളെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ രീതികള്, പുതിയ ഐഡിയാസുകള്, പുതിയ കൺസെപ്റ്റുകൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി അല്ലെ. ഇപ്പോൾ നമ്മൾ കാണുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് പണ്ടത്തെ ഹോസ്പിറ്റൽ പോലെയാകോ? പണ്ടത്തെ ഹോസ്പിറ്റലിന് അധികം എന്താണ് ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. ഇപ്പൊ എന്താണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ചെന്നാല് എന്തിനും ഏതിനും നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് ചെറിയ രോഗമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിലും അവര് ബെറ്റർ ട്രീറ്റ്മെന്റ് ആണ് പൊതുജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ആണോ? അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് പണ്ടത്തെ കാലത്തുള്ള ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചികിത്സാ കേന്ദ്രം മാത്രമായിരുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പിന്നീട് അല്ലെ 50 വർഷങ്ങൾ കഴിയുമ്പോ അല്ലെ ഇന്നെത്തി നിൽക്കുന്ന കാലഘട്ടം വരെ എന്താണ് നല്ല രീതിയിലുള്ള പുതിയ പുരോഗമനങ്ങൾ ഉണ്ടായി. പുതിയ ടെക്നോളജികള്, പുതിയ ഇന്നോവേഷൻസ് വന്നു, പുതിയ ഐഡിയാസുകൾ വന്നു, പുതിയ രീതിയിലുള്ള ഫെസിലിറ്റീസുകൾ വന്നു അല്ലെ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇനി എന്താണ് നോക്കിയേ. അപ്പോ ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണോ? നെക്സ്റ്റ് പാരഗ്രാഫ് പറയട്ടെ. ഓക്കെ അല്ലേ? Currently, the hospitals are not just seen as healing centers, but also as a place that actually promotes healthful living. എന്താണ് പറയുന്നത്? നിലവില് ഹോസ്പിറ്റലുകൾ എന്നാൽ ആരോഗ്യ ശമനത്തിന് വേണ്ടിയുള്ള സെന്റേഴ്സ് മാത്രമല്ല, ആരോഗ്യ പരിചരണത്തിനുള്ള ജീവിതം നയിക്കുന്ന സെന്റേഴ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞു അല്ലെ. ആരോഗ്യ ശമനത്തിന് വേണ്ടിയുള്ള സെന്റേഴ്സ് മാത്രമല്ല, ഇപ്പൊ എന്താണ് ആരോഗ്യ പരിചരണത്തിന് ഉള്ള ജീവിതം നയിക്കുന്നതിനുള്ള സെന്റേഴ്സ് ആയിട്ട് ഇന്നുള്ള ഹോസ്പിറ്റലുകൾ മാറിക്കഴിഞ്ഞു. The general public would prefer to visit a hospital that offers many facilities rather than going into a hospital that only satisfies the patient's care. എന്താണ്? അതായത് പൊതുജനങ്ങള് എങ്ങനെയുള്ളവരായിട്ട് മാറിക്കഴിഞ്ഞു? രോഗം പരിചരണം മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ പോകുന്നതിന് പകരം എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഹോസ്പിറ്റലുകളിൽ പോകാനായിട്ടാണ് അവര് ഇഷ്ടപ്പെട്ടിരുന്നത് അല്ലെ.
നിങ്ങളായാലും എന്താണ് വെറും ഒരു ചികിത്സാ കേന്ദ്രം എന്ന രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോകാനായിട്ട് ഇഷ്ടപ്പെടില്ല. പുതിയ പുതിയ ഫെസിലിറ്റീസും പുതിയ പുതിയ രോഗങ്ങളെ കണ്ടുപിടിച്ച് അതിന് നല്ല രീതിയിൽ ചികിത്സ നൽകുന്ന ഒരു ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിൽ പോകാനായിട്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അല്ലെ. അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ നമ്മൾ ഒരു രോഗിയെ കൊണ്ടു ചെന്നു, അവിടെ അതിനുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണല്ലേ. നമുക്കായാലും കിടക്കുന്ന ആ രോഗിക്കായാലും അല്ലെ, അതൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇങ്ങനെ മാറ്റി മാറ്റി ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് നടക്കണം. ഇപ്പൊ പൊതുജനങ്ങള് അവരിഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? നല്ല രീതിയിലുള്ള കൺസെപ്റ്റുകൾ, നല്ല രീതിയിലുള്ള ടെക്നോളജീസ്, നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്ന ഹോസ്പിറ്റലുകളിലേക്ക് പോകാനായിട്ടാണ് അവര് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത്. With this concept, the image of the hospitals gradually being good, and they are being priced again from just being the centers of medical care and treatment to a facility providing comprehensive preventive, curative and rehabilitation services. എന്താണ് പറയുന്നത്? ഹോസ്പിറ്റലിനെ കുറിച്ച് ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ വന്നതോടെ എല്ലാവരുടെയും മനസ്സിൽ ഹോസ്പിറ്റലിന്റെ ഇമേജ് എന്തായി വളരെ മികച്ചതായിട്ട് മാറിക്കഴിഞ്ഞു അല്ലെ. നമുക്കറിയാം, ചിലപ്പോ ആളുകൾ പറയാറുണ്ട് അല്ലെ, ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളൂ, അവിടെ നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളും ടെക്നോളജീസ് ഒക്കെ ഉണ്ട്, അവിടെ എല്ലാ ഡോക്ടേഴ്സും ഉണ്ട് എന്ന് പറയാറുണ്ട് നമ്മളോട് അല്ലെ. അപ്പൊ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഹോസ്പിറ്റൽ എന്നൊരു കൺസെപ്റ്റ് വളരെ മികച്ച രീതിയിലുള്ള ഒരു കൺസെപ്റ്റിലോട്ട് നമ്മുടെ വളരെ മികച്ച രീതിയിൽ മാറിക്കഴിഞ്ഞു പൊതുജനങ്ങളുടെ മനസ്സിൽ. ഇനി അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകള് മെഡിക്കൽ ഫെസിലിറ്റീസ് കൊടുക്കാൻ മാത്രമുള്ളതെന്ന ചിന്ത മറികടന്ന് അവരെന്തൊക്കെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, സമഗ്രമായിട്ടുള്ളതും, പ്രിവെന്റീവ് പ്രതിരോധാത്മകമായിട്ടുള്ളതും, ക്യൂറേറ്റീവ് രോഗശമനത്തിന് വേണ്ടിയുള്ളതും, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ സർവീസസ്, പുനരധിവാസ കേന്ദ്രങ്ങൾ അല്ലെ. ഇപ്പൊ ഒരു സ്ട്രോക്ക് വന്ന ഒരു വ്യക്തിയെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് റീഹാബിലിറ്റേഷൻ സർവീസുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രഗ് അഡിക്ഷൻ ഇല്ലേ, ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തികളെയൊക്കെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സർവീസുകളും ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ സ്ട്രോക്ക് വന്ന വ്യക്തികളാണെങ്കിൽ ചിലപ്പോ ഒരു വശം തളരാം അല്ലെ, ചിലപ്പോ ലെഫ്റ്റ് സൈഡ് ആയിരിക്കാം തളരുന്നത്. അപ്പൊ അവിടെ അദ്ദേഹത്തെ നല്ല രീതിയിൽ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകള്, ഫിസിയോതെറാപ്പി, എക്സസൈസുകൾ. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലാണെങ്കിലും വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ വെച്ച് ചെയ്യുന്നതിനുള്ള വീട്ടിൽ ചെയ്യുന്നതിനുള്ള എക്സസൈസുകളും കാര്യങ്ങളൊക്കെ അവര് നമുക്ക് പറഞ്ഞു തരാറുണ്ട് ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പൊ അങ്ങനെയുള്ള റീഹാബിലിറ്റേഷൻ സർവീസുകളും പൊതുജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, 2 പാരഗ്രാഫ് നമ്മൾ പറഞ്ഞു, ഒന്ന് വായിച്ചു നോക്കോ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ? ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്നാണ് എന്ത് വേർഡുകൾ വന്നത്? ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ് ആൻഡ് ഹോസ്പൈസ് വന്നത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഗസ്റ്റ് ഓർ വിസിറ്റർ ആണ്. നെക്സ്റ്റ് മീനിങ് വൺ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ ഗസ്റ്റ് ഓർ വിസിറ്റർ. പിന്നെ ഒരു മീനിങ് എന്താണത്? എ പ്ലേസ് വേർ ഗസ്റ്റ് ആർ റിസീവ്ഡ് എന്ന മീനിങ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഗ്രാജുവൽ ഇവല്യൂഷൻ സംഭവിച്ചല്ലേ. 18th and 19th സെഞ്ചുറീസിൽ ഒരു ഗ്രാജുവൽ ഇവല്യൂഷൻ സംഭവിച്ച് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ വേൾഡിലെ ഹോസ്പിറ്റലുകളില് കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് തുടർന്നു പോകുന്ന രീതികള്, കൺസെപ്റ്റുകള്, ഐഡിയാസ് ഒക്കെ മാറി. ഇപ്പൊ പണ്ടത്തെ ഒരു ചികിത്സാ കേന്ദ്രം എന്ന കൺസെപ്റ്റ് മാറി നല്ല രീതിയിൽ ചികിത്സ കൊടുക്കുന്ന കൺസെപ്റ്റുകളിലേക്കും പുതിയ പുതിയ രീതികള്, പുതിയ പുതിയ സർവീസുകള്, പുതിയ പുതിയ ടെക്നോളജികൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചികിത്സ രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള സെന്റേഴ്സ് മാത്രമല്ല, ആരോഗ്യ പരിചരണത്തിനുള്ള, ജീവിതം നയിക്കുന്ന സെന്റേഴ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞു. പൊതുജനങ്ങൾക്ക് എങ്ങനെയുള്ളവരായിട്ട്, അതായത് പൊതുജനങ്ങൾ എപ്പോഴും
അവരുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹോസ്പിറ്റലുകളിലേക്ക് പോകാനായിട്ടാണ് അവർ ഇഷ്ടപ്പെടുന്നത് അല്ലെ. പുതിയ പുതിയ ഫെസിലിറ്റീസ്, പുതിയ പുതിയ സർവീസുകള്, പുതിയ പുതിയ ടെക്നോളജീസ്, അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടാണ് പൊതുജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ വന്നതോട് കൂടിയിട്ട് ജനങ്ങളുടെ മനസ്സിൽ അതിന്റെ എന്താണ് വളരെ മികച്ചതായിട്ടുള്ള ഒരു ഇമേജ് ഹോസ്പിറ്റല് വളരെ മികച്ച ഇമേജുകൾ അവരുടെ മനസ്സിൽ ഉണ്ടാകാനായിട്ട് തുടങ്ങി. പിന്നെ എന്താണ്, അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകള് മെഡിക്കൽ ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഒരു ചികിത്സാ കേന്ദ്രം മാത്രമല്ല എന്ന ചിന്ത മറികടന്നുകൊണ്ട് അവരെന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളത് അല്ലെ, സമഗ്രമായിട്ടുള്ളതും പ്രിവെന്റീവ് പ്രതിരോധാത്മകമായിട്ടുള്ളതും രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ എന്താണ് പുനർജീവിതത്തിലേക്ക് നയിക്കുന്ന സർവീസുകളും ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, വായിച്ചു നോക്കിയേ, 2 പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവര് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. അതൊക്കെ ഞാൻ വെച്ച നോട്ടായിട്ട് എഴുതി വെക്കാം. ഓക്കെ, മീനിങ് മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ ഡെഫിനേഷൻ ഇനി അടുത്ത പോർഷനിലെ ഡെഫിനേഷൻ പഠിക്കാനുണ്ട്. ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. ശരിക്കും കൺസെപ്റ്റ് എന്താണ്, പിന്നെ ആ ലാക്റ്റിനായ ഹോസ്പിസിന്റെ ആ മീനിങ് ഒന്ന് നോക്കി വെക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ ഇംഗ്ലീഷ് വേർഡുകളാണെന്നുള്ളത് 4 വേർഡുകളുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, അതൊന്ന് നോക്കി വെക്കാം. പിന്നെ ബാക്കിയുള്ള ആ പാരഗ്രാഫുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡെഫിനേഷനും അടുത്ത പോർഷനിൽ നമ്മൾ പഠിക്കുന്ന ഡെഫിനേഷൻ, അപ്പൊ അതും കൂടി ഒന്ന് നോക്കി വെക്കാം. അത്രയേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാനായിട്ട് ഇൻട്രൊഡക്ഷൻ സാധിക്കും. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നാളെയാണ് മോക്ക് ടെസ്റ്റ് കിട്ടുക. നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞാലും നാളെയാണ് മോക്ക് ടെസ്റ്റ് എടുക്കുന്നത്. നാളെ അവർ അപ്ലോഡ് ചെയ്യുള്ളൂ ടെക്നിക്കൽ. റെക്കോർഡിംഗ് ക്ലാസ്സും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഇന്നത്തെ ക്ലാസ് നാളെ ആയിരിക്കും. അറിയാലോ നിങ്ങൾക്ക്. അയച്ചു കഴിഞ്ഞോ? നീ ആർക്കെങ്കിലും വായിക്കാത്തതുണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നമുക്ക് ഡെഫിനിഷൻ പഠിക്കാം. നമുക്ക് okay, definition of a hospital. Hospitals are institutions providing medical and surgical treatment and nursing care for any ill or injured people
എന്താണ് ഇൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം മീനിങ് വരുന്നത്? ഇൽ, ILL എന്തായിരിക്കാം? അസുഖം. ഓക്കെ, ഇൽ അല്ലെ? ഓക്കെ, സിക്കായിട്ടുള്ള ആൾക്കാർ. ഓക്കെ, അപ്പൊ എന്താണ്? രോഗബാധിതർ അല്ലെ? രോഗബാധിതർ. ഇനി അതുപോലെ തന്നെ ഇൻജേർഡ് പീപ്പിൾ. ഇൻജേർഡ് എന്തായിരിക്കാം മീനിങ്? എന്തായിരിക്കാം ഇൻജേർഡ്? ആക്സിഡന്റ്. ഓക്കെ, ഇഞ്ചറി അല്ലെ? പരിക്കേറ്റവർ പറയാല്ലേ നമുക്ക്, പരിക്കേറ്റവർ. ഓക്കെ, അപ്പൊ എന്താണെന്ന് നോക്കിയേ. ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതെന്താണ്? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. പ്രൊവൈഡിങ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി രോഗബാധിതര അല്ലെങ്കിൽ പരിക്കേറ്റ ആളുകൾക്ക് അല്ലെ? പരിക്കേറ്റ ആളുകൾക്കോ രോഗബാധിതർക്കോ എന്ത് ചെയ്യുന്നുണ്ട്? നഴ്സിംഗ് കെയർ, അതുപോലെ സർജിക്കൽ ട്രീറ്റ്മെന്റുകള്, മെഡിക്കൽ ട്രീറ്റ്മെന്റുകള് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മള് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡെഫിനിഷൻ ക്ലിയർ അല്ലേ? എന്താ പറഞ്ഞത്? ഫസ്റ്റ് ഡെഫിനിഷനില് മുറിവേറ്റവരോ അല്ലെങ്കിൽ രോഗബാധിതർക്കോ നഴ്സിംഗ് കെയർ, സർജിക്കൽ ട്രീറ്റ്മെന്റുകള്, മെഡിക്കൽ ട്രീറ്റ്മെന്റുകള് നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മള് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, എഴുതിയെടുക്കാട്ടോ. ഡെഫിനിഷൻസ് ചോദിച്ചു കഴിഞ്ഞാല് എഴുതിയെടുക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോ ക്വസ്റ്റ്യൻ വരാൻ ഇങ്ങനെയായിരിക്കും. ഡാഷ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിങ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽ ഓർ ഇൻജേർഡ് പീപ്പിൾ. എന്താണ് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് എഴുതും? ഹോസ്പിറ്റൽസ് അല്ലെ? ഓപ്ഷനിൽ ഉണ്ടാവും എന്താണെന്നുള്ളത്. അപ്പൊ ഹോസ്പിറ്റലില് ടിക്ക് ചെയ്യണം. ഓക്കെ, മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടില്ലേ നിങ്ങൾക്ക്? ഫസ്റ്റ് ക്ലാസ്സിന്റെ ഒക്കെ കിട്ടിയായിരുന്നോ? മോഡല് ഇല്ലയോ? ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോഡൽ അറിയാൻ പറ്റിയാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ലേ നമ്മുടെ PSCയിലൊക്കെ നമ്മൾ എഴുതില്ലേ? അതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നലത്തെ വന്നിട്ടുണ്ടല്ലേ? ഓക്കെ, ഓക്കെ. അപ്പൊ ഡെഫിനിഷൻ എന്തായിരുന്നു? മുറിവേറ്റവരോ അല്ലെങ്കിൽ രോഗബാധിതർക്കോ നഴ്സിംഗ് കെയർ, സർജിക്കൽ ട്രീറ്റ്മെന്റ്, മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഡെഫിനിഷൻ നോക്കിയേ. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതും പറയുന്നുണ്ട് അല്ലെ? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്സ് യൂസ് ഓഫ് ഫിസിഷ്യൻസ്, സർജൻസ് ആൻഡ് team of technical staff in order to provide facilities for diagnosis, therapy, rehabilitation, prevention, education and research. ആരാണ് ഫിസിഷ്യൻ എന്ന് പറഞ്ഞാല്? ആരായിരിക്കും? ആരാ ഫിസിഷ്യൻ? ആരായിരിക്കും ഫിസിഷ്യൻ? ഫിസിഷ്യൻ എന്ന് പറയുന്നത് ആരാ? ഡോക്ടേഴ്സ് ആണ് അല്ലെ? ഡോക്ടേഴ്സിനെ തന്നെയാണ് നമ്മൾ ഫിസിഷ്യൻ എന്ന് പറയുന്നത്. സർജൻസ് അറിയാലോ? ആരാ സർജൻസ്? ആരായിരിക്കും സർജൻസ്? ഓക്കെ, ഓപ്പറേഷൻസ് അറ്റൻഡ് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, സർജൻസ്. ഇനി ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്, അവരാരായിരിക്കും ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്? വെരി ഗുഡ്. ലാബ്, എക്സ്റേ അല്ലെ നമ്മൾ എടുക്കുന്നുണ്ട് അല്ലെ? ലാബ് ടെസ്റ്റുകള്, എക്സ്റേസ്, അതുപോലെ CT സ്കാൻ, MRI സ്കാൻ ഒക്കെ എടുക്കും. ഓക്കെ, അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ടെക്നിക്കൽ സ്റ്റാഫുകളാണ് ഇതെന്ന് പറയുന്നത് ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെയുള്ള സ്റ്റാഫുകൾ നോക്കിയേ. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്ക് യൂസ് ഓഫ് സർജൻസ്, ഫിസിഷ്യൻസ് ആൻഡ് ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്. അപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ? ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അവിടെ?
ഫിസിഷ്യനെ യൂസ് ചെയ്യുന്നുണ്ട്, സർജനെ യൂസ് ചെയ്യുന്നുണ്ട്, ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫിനെ യൂസ് ചെയ്തുകൊണ്ട്, ഇവര് 3 പേരെയും യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ ഡയഗ്നോസിസ്. എന്താണ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല്? എന്താ മീനിങ് ഡയഗ്നോസിസ്? എന്താണ്? രോഗനിർണയം. ഡയഗ്നോസിസ് മീൻസ് രോഗനിർണയം. ഓക്കെ. തെറാപ്പി. തെറാപ്പി എന്താ? രോഗചികിത്സ അല്ലെ, തെറാപ്പി. റീഹാബിലിറ്റേഷൻ നമുക്കറിയാം, പുനരധിവാസ സേവനങ്ങൾ, സർവീസസുകൾ അല്ലെ, നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെന്താ? പ്രിവെൻഷൻ, പ്രതിരോധം. എഡ്യൂക്കേഷൻ അറിയാലോ, പഠനം, റിസർച്ച്, ഗവേഷണം. ഓക്കെ. അപ്പൊ എന്താണ്? ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫിസിഷ്യൻസിനെയും സർജൻസിനെയും ടെക്നിക്കൽ ടീംസിനെയും ടെക്നിക്കൽ സ്റ്റാഫ്സിനെയും യൂസ് ചെയ്തുകൊണ്ട് എന്താണ്? രോഗം നിർണയിച്ച് ചികിത്സകൾ കൊടുത്ത് റീഹാബിലിറ്റേഷൻ സർവീസുകൾ പ്രൊവൈഡ് ചെയ്ത്, അതുപോലെ തന്നെ പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും എഡ്യൂക്കേഷൻ പഠനങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ റിസർച്ചുകൾ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് അല്ലെ. റിസർച്ചുകൾ, ഗവേഷണം നടത്താറുണ്ട് അല്ലെ ഹോസ്പിറ്റലുകളിൽ ഇല്ലേ? ഡെഡ് ബോഡീസ്, അതുപോലെ തന്നെ എന്താണ് ബോഡി പാർട്സുകള്, ഓരോരോ പഠനങ്ങൾ നടത്താറുണ്ട്. പഠനങ്ങള്, റിസർച്ചുകള്, അതുപോലെ രോഗനിർണയങ്ങൾ നടത്താറുണ്ട്. റീഹാബിലിറ്റേഷൻ സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫിസിഷ്യൻസിനെയും സർജൻസിനെയും ടീം ഓഫ് എന്താണ് ടെക്നിക്കൽ സ്റ്റാഫ്സിനെയും യൂസ് ചെയ്തുകൊണ്ട് രോഗനിർണയം നടത്തുന്നു, ചികിത്സകൾ കൊടുക്കുന്നുണ്ട്, റീഹാബിലിറ്റേഷൻ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രിവെന്റീവ് സർവീസുകള്, അതുപോലെ പഠനങ്ങള്, ഗവേഷണങ്ങൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 2 ഡെഫിനിഷനും ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വായിച്ചു കേട്ടോ. അയച്ചു നോക്കാം. സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവര് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, നോട്ടിലേക്ക് എഴുതി വെക്കാം കേട്ടോ ഓരോ ഡെഫിനിഷനും. വായിച്ചു കഴിഞ്ഞെങ്കിൽ കമ്പിടാട്ടോ, നെക്സ്റ്റ് പറയാം. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി skilled people apply their knowledge and skill with the help of complicated equipment and appliances to provide quality care for patients. Hospital is a place for the diagnosis and treatment of human ills and bringing back the health and well-being of those temporarily prevented from enjoying this. എന്താ പറയുന്നത്?
professionally and technically skilled people apply their knowledge and skills with the help of a complicated equipment and appliances to provide quality care for patients. Professionally, technically skilled ആയിട്ടുള്ള പീപ്പിൾസ് അവരുടെ നോളജും സ്കിൽസും എന്തിൽ ഉപയോഗിക്കുന്നു? കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അപ്ലിക്കേഷനിലും എക്യുപ്മെന്റ്സിലും യൂസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി കെയർ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഒന്നുകൂടിയും പറയാം. പ്രൊഫഷണലി ടെക്നിക്കലിയും സ്കിൽഡ് ആയിട്ടുള്ള പീപ്പിൾസ് അവരുടെ നോളജ് സ്കിൽസും എന്തിൽ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്? കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അപ്ലിക്കേഷനിലും എക്യുപ്മെന്റ്സിലും യൂസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി കെയർ പേഷ്യൻസിന് കൊടുക്കുന്നു. ഒരു രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഡയഗ്നോസിസ് ചെയ്ത് എന്താണെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് നൽകുകയും അല്ലെങ്കിൽ ചികിത്സ ലഭ്യമാക്കി പുനർജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഒരു ഹോസ്പിറ്റലിന്റെ കടമയാണ്. അല്ലെ? ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആദ്യം ഡയഗ്നോസിസ് ചെയ്യും. അല്ലെ? ഡയഗ്നോസ് ചെയ്യും. MRI എടുക്കുക, ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ട് എന്താണ് രോഗം എന്നുള്ളത് കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? അതിന് ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുകയും അല്ലെങ്കിൽ ചികിത്സ ലഭ്യമാക്കിയിട്ട് പുനർജീവിതത്തിലേക്ക്, നമ്മൾ പറഞ്ഞില്ലേ സ്ട്രോക്ക് വന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ഒരു വശം തളരാം, അല്ലെങ്കിൽ കൈ തളരാം, കാലുകൾ തളരാം. എന്ത് ചെയ്യുന്നുണ്ട്? എക്സസൈസിലൂടെയും ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തിട്ട് ആ വ്യക്തികളെ പുനർജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതും ആരുടെ കടമയാണ്? ഹോസ്പിറ്റലിന്റെ കടമയാണ്. ക്ലിയർ ആയോ? ഒന്നുകൂടി ആ പാരഗ്രാഫ് പറഞ്ഞു തരാം. പ്രൊഫഷണലി ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള പീപ്പിൾസിനെ അവരുടെ നോളജും സ്കിൽസും എന്തിൽ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്? കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അപ്ലിക്കേഷനിലും എക്യുപ്മെന്റ്സിലും യൂസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി കെയർ പേഷ്യൻസിന് കൊടുക്കുന്നു. രോഗം വന്നു കഴിഞ്ഞാൽ ആദ്യം ഡയഗ്നോസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? രോഗം കണ്ടുപിടിക്കുകയും അതിന് ട്രീറ്റ്മെന്റ് നൽകുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ചികിത്സ ലഭ്യമാക്കി പുനർജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് ഹോസ്പിറ്റലിന്റെ കടമയാണെന്നാണ് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കണോ പാരഗ്രാഫ്? വായിച്ചേക്ക്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് പോർഷനിലോട്ട് പോവാം. വായിച്ചു കഴിഞ്ഞാൽ തമ്മിട്ടാ മതി. സെറ്റായ? ഓക്കെ. ഇനി WHO കേട്ടിട്ടുണ്ടോ നിങ്ങളെല്ലാം? WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എഴുതിയെടുക്കാം കേട്ടോ. ലെക്ചർ നോട്ട് ആയിട്ട് എഴുതാം. WHO എക്സ്പാൻഡ് ഫോം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. WHO നമുക്ക് എന്താണ് 1957 ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. ഡെഫിനേഷൻ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. Hospitals is an integral part of a medical and social organization. The function of which is to provide for a population complete health care, both curative and preventive, and those whose outpatient service reach out to the family and its home environment. The hospital is also a center for the training of health workers and biosocial research. അപ്പൊ എന്താ പറയുന്നത്? എന്താണ് ഈ ഇന്റഗ്രൽ പാർട്ട് എന്ന് പറഞ്ഞാല്? എന്താ മീനിങ് വരുന്നത്? ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം മീനിങ്? മെയിൻ പാർട്ട് അല്ലെങ്കിൽ എന്താണ്? പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് പറയാൻ പറ്റും അല്ലെ? എസെൻഷ്യൽ പാർട്ട് ആണെന്ന് പറയാം. ഓക്കെ, അത് തന്നെയാണ്. അപ്പൊ സോഷ്യൽ ഓർഗനൈസേഷന്റെ മെഡിക്കൽ ഓർഗനൈസേഷനും ഒരു ഇന്റഗ്രൽ പാർട്ടാണ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാല്. പിന്നെ അവിടെ പറയുന്നത് എന്താണ്? ഫങ്ഷൻ ഓഫ് വിച്ച് ഈസ് ടു പ്രൊവൈഡ് ഫോർ പോപ്പുലേഷൻ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ അല്ലെ? പൊതുജനങ്ങൾക്ക് അല്ലെ? പൊതുജനങ്ങൾക്ക്
നല്ല രീതിയിലുള്ള ഒരു ഹെൽത്ത് കെയർ ആണ് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തൊക്കെ രീതിയിലാണ്? ക്യൂറേറ്റീവ്, രോഗശമനം, പ്രിവെന്റീവ്, പ്രതിരോധാത്മകമായിട്ടുള്ള രീതിയിലും ക്യൂറേറ്റീവ് ആയിട്ടുള്ള രീതിയിലും, ബോത്ത് രണ്ട് രീതിയിലാണ് പൊതുജനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണം നൽകുന്നത്. And whose outpatient services reach out to ഫാമിലി ആൻഡ് ഇറ്റ്സ് ഹോം എൻവയോൺമെന്റ്. അവരുടെ പേഷ്യൻസിന്റെ ഫാമിലിക്ക് ആയാലും അതുപോലെ തന്നെ ഹോം എൻവയോൺമെന്റിനും എന്താണ് ഈ ഔട്ട് പേഷ്യന്റ് രീതിയിലുള്ള സർവീസസുകൾ എത്തിക്കുന്നുണ്ട്. The hospitals is also a center for training of a health worker and biosocial research. ബയോസോഷ്യൽ റിസർച്ച് എന്ന് പറഞ്ഞാല് റിസർച്ച് ചെയ്യുന്നവര്, അവർക്കും റിസർച്ച് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഹെൽത്ത് വർക്കേഴ്സിന്റെയും ഇടയിൽ ഒരു ട്രെയിനിങ് സെന്റർ ആയിട്ട് ഹോസ്പിറ്റൽ മാറിക്കഴിഞ്ഞു. ഓക്കെ, നമുക്കറിയാം അല്ലെ, റിസർച്ച് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഹെൽത്ത് വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു ട്രെയിനിങ് അല്ലെ, ഒരു പ്രാക്ടീസ് ആണ് അവർക്ക് കൊടുക്കുന്നത് അല്ലെ, ഒരു ട്രെയിനിങ് സെന്റർ ആയിട്ടാണ് ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് WHO ഡെഫിനിഷനിൽ പറയുന്നത്. മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷന്റെ ഇന്റഗ്രൽ പാർട്ടാണെന്ന് പറയുന്നുണ്ട്. പോപ്പുലേഷന് ബോത്ത് രണ്ട് രീതിയിലല്ലേ ഹെൽത്ത് കെയർ കൊടുക്കുന്നത്. എങ്ങനെയാണ്? ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ് രീതിയിലാണ് ഹെൽത്ത് കെയർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹോം എൻവയോൺമെന്റ് ആൻഡ് ഫാമിലിക്ക് ഔട്ട് പേഷ്യന്റ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് വർക്കേഴ്സിനും ബയോസോഷ്യോ റിസർച്ച് ചെയ്യുന്നവർക്കും അവരുടെ ഇടയിൽ ഒരു റിസർച്ച്, ഒരു ട്രെയിനിങ് സെന്റർ ആയിട്ട് ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ. വെച്ച് കഴിഞ്ഞോ? ഒന്ന് മൊത്തത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. വേണമെങ്കിൽ PDF ഇട്ടുതരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. രോഗശമനം. ഓക്കെ, ക്ലാസ് എങ്ങനെയുണ്ട്? ഇങ്ങനെ ഫോളോ ചെയ്താൽ മതിയോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ക്ലാസ് എടുക്കുന്നതില്? ഓക്കെ ആണോ? നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും മിസ്സിനോട് തന്നെ പറയാട്ടോ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ ഓക്കെ ഓക്കെ
ഓക്കെ അപ്പോ മിസ് ഓക്കെ സൂപ്പർ മാം. ഇന്ന് ഇത്രയും വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഹിസ്റ്ററി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഇത് എന്താ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളവര് ഇത് കറക്റ്റ് ആയിട്ട് വായിച്ചൊന്ന് മനസ്സിലാക്കാം. അതുപോലെ ലെക്ചർ നോട്ട് എഴുതിയിട്ടുള്ളവര് മുമ്പേക്ക് ഒന്ന് വീട്ടില് അല്ലെ സമയം കിട്ടുമ്പോൾ, എനിക്കറിയാം സമയം കിട്ടില്ല എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടാണല്ലോ, വീട്ടിലെ പണി കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോ കിട്ടുന്ന സമയത്ത് ഇന്നന്ന് എടുത്ത ഭാഗങ്ങള് നമുക്ക് തന്നെ വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, വേറെ ഒന്നും പറയാനില്ലല്ലോ, ചോദിക്കാനുണ്ടോ വല്ലതും? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ മോക്ക് ടെസ്റ്റ് തരാം കേട്ടോ. മോക്ക് ടെസ്റ്റ് തരാം, നാളെ കിട്ടുള്ളൂ. മോക്ക് ടെസ്റ്റിനെ കുറിച്ചാണെങ്കിൽ ഒരു ക്വസ്റ്റിന് 4 ഓപ്ഷനാണ് ഉണ്ടാവുന്നത്. ഓക്കെ, 4 ഓപ്ഷൻ. PSC ഒക്കെ നമ്മൾ എഴുതില്ലേ, അതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ഒരു ദിവസം മിസ് ഇപ്പോ ഈ പേജിൽ എടുത്തത്, ഒരു പേജിൽ എടുത്തത്, ആ പേജിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ഇടും. അത് നിങ്ങൾക്ക് നാളെയാണ് കിട്ടുന്നത്. നാളെ അപ്പോ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട്, ഏത് മിസ്സിന്റെ ആണോ പോർഷൻ മനസ്സിലാവാത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ മിസ്സിനോട് ചോദിക്കാം. ഓക്കെ, അതെ മതി, ക്ലിക്ക് ചെയ്താൽ മതി. നമ്മള് ചെയ്യില്ലേ കമ്പ്യൂട്ടറിൽ എങ്ങനെയാ ചെയ്യാം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആദ്യത്തെ ഒരു പേടിയും ഇതൊക്കെയാണ്. ശരിയാവും, ടെൻഷൻ ആവണ്ട കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇന്നലത്തെ ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.